ഹലോ, ഞാനിതാ ഇന്ന് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ വിഭവമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്റ്റീക്ക്, അതായത് ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു നീളത്തിൽ സ്ലൈസായിട്ട് അധികം വണ്ണമില്ലാത്ത രീതിയിൽ തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്കിത് ബീറ്റ് ചെയ്ത് കുറച്ചുകൂടെ സോഫ്റ്റ് ചെയ്യണം. ഇത് ആദ്യമേ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, സോൾട്ട് ഇടാം. ഞാനത് ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്ത് ഞാൻ പറയാം. കാരണം പലപ്പോഴും ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പം ടൈപ്പ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്ത് പറയാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, സോൾട്ട് ഇട്ടു. ഇനി നമ്മൾ പെപ്പർ പൗഡർ, അതായത് പെപ്പറല്ല, കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണ്. അതാകുമ്പോൾ നിറം കിട്ടും. പിന്നെ മഞ്ഞൾ പൊടി അല്ലെങ്കിൽ ടർമറിക് പൗഡർ, അത് നമ്മൾ എത്രയും ടർമറിക് പൗഡർ ഇടുന്നോ അത്രയും, പ്രത്യേകിച്ച് മീറ്റ്, ഫിഷ് ഇതിനൊക്കെ ടർമറിക് പൗഡർ കൂടുതലിട്ടാലും ആ ഒരു കട്ട് ടേസ്റ്റ് അല്ലാതെ കുറച്ച് അത്യാവശ്യം ഇടുന്നത് നല്ലതാണ്. എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിലൊക്കെ മാറാൻ നല്ലതാണ്. ഇനി ഞാനൊരല്പം പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗരം മസാല ഇടുകയാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടു. ഇതാ ഞാൻ ഇച്ചിരി മീറ്റ് മസാലയും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടിത് മിക്സ് ചെയ്ത് ഈ ബീഫിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മളിത് മിക്സ് ചെയ്ത ശേഷം വരാം. അര വലുപ്പത്തിലുള്ള നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നമ്മളിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതും നമ്മളൊരല്പം ഇതിൽ ആഡ് ചെയ്യാണ്. എന്നിട്ട് വേണം നമുക്കിത് കൂട്ടി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എല്ലാ പീസിലും ചേരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 hours ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അതടച്ചിട്ട് 2 hours ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അതിനുശേഷം നമുക്കിത് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത ബീഫ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ ബീഫ് നമ്മൾ വീണ്ടും എടുത്ത് ഇതേപോലെ ഒരു ഹാമർ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലുള്ളത് വെച്ചിട്ട്, ഇത് ആക്ച്വലി ഫുഡിന് ഇങ്ങനെ നമ്മൾ സ്മൂത്തൻ ചെയ്യുന്ന ഹാമറാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടും കടകളിൽ. അല്ലെങ്കിൽ കയ്യിലുള്ള എന്തെങ്കിലും ഒരു നമ്മുടെ ഈ പലക പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ടാണെങ്കിലും, പലകയല്ല, നമ്മൾ ഈ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, അത് വെച്ചാണെങ്കിലും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് നമ്മൾ ഫ്ലാറ്റൻ ചെയ്യാം ഇതേപോലെ. അപ്പോൾ ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി ഇത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നാരങ്ങയൊക്കെ ഇട്ട ശേഷം അത് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്ലാറ്റൻ ചെയ്യുമ്പോൾ കണ്ടോ, ഇതേപോലത്തെ ഒരു രീതിയിൽ ഇത് ഫ്ലാറ്റൻ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക്, കണ്ടോ, അത് ഫ്ലാറ്റൻ ആയിരിക്കുന്നത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റും. നമ്മൾ അടുത്തൊരു മീറ്റ് എടുക്കുകയാണ്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീറ്റാണ്. ഇതിനെ നമ്മളിനി ഫ്ലാറ്റൻ ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ ഒരു ഹാമർ വെച്ചിട്ട് ഇത് ഫ്ലാറ്റൻ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, ബീഫ് നമ്മൾ വേവിക്കുന്നില്ല, പച്ചയായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ നാരങ്ങയൊക്കെ ഇട്ടുകൊണ്ട് ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്ലാറ്റൻ ചെയ്ത ശേഷം മുട്ടയിൽ മുക്കിയ ശേഷം നമ്മൾ ബ്രെഡ് ക്രംസുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക. ഇതാണ് നമ്മളുടെ പ്രോസസ്സ്. ഇനി ഇതേപോലെ നമ്മൾ എല്ലാ മീറ്റിൻ്റെയും ഫ്ലാറ്റൻ ചെയ്ത ശേഷം നമുക്ക് വരാം. നമ്മൾ മുട്ട ഇതിനകത്ത് കലക്കി, ഉപ്പും കുരുമുളക് പൊടിയും കൂടെ കലക്കി മുട്ട വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഫ്ലാറ്റൻ ചെയ്ത മീറ്റ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസുമായിട്ട് മിക്സ് ചെയ്ത് ഇത് ഫ്രൈ ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ എല്ലാ മീറ്റും അങ്ങനെ എടുത്ത് വെച്ച ശേഷം വരാം. ഓയിലിനകത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഓയിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇട്ടിരിക്കുന്നത്. കൂടുതൽ ടേസ്റ്റിക്ക് കോക്കനട്ട് ഓയിൽ വേണ്ടിയവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയ എണ്ണയും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്തതാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസും ഈ സ്റ്റേക്കും ബ്രെഡും കൂടാണ് കോമ്പിനേഷൻ.
നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം. നമ്മളിത് ഒരെണ്ണം മറിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെരി ഹൈ ഓയിൽ, അതായത് വെരി ഹോട്ട് ഓയിലിലേക്കാണ് ഇടേണ്ടത്. അതിനുശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം വീണ്ടും കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനകം വേകാനായിട്ട് സമയമെടുക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഹൈ, അങ്ങനെ ലോ ഹൈയിലേക്ക് ഇട്ടിട്ട് വേണം അത് കുക്ക് ചെയ്യാനായിട്ട്. ഹായ്, നമ്മുടെ സ്റ്റേക്ക് ഇതാ നല്ല ക്രിസ്പി ആയിട്ട് നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് കുക്കും ആയിട്ടുണ്ട്. ഇതാ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് കൈ കൊണ്ട് തന്നെ നമുക്ക് ഒടിച്ച് കഴിക്കാവുന്ന രീതിയിലാണ് ഇതുള്ളത്. നല്ല സോഫ്റ്റാണ്. അതേപോലെ നമ്മളുടെ സവാള, ഫ്രഞ്ച് ഫ്രൈസ്, ബണ്ണ്. ഈ ബണ്ണിന് പകരം ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ഞാനിതാ മോനെ വിളിക്കാം, അവരൊന്ന് കഴിച്ച് കാണിക്കും. എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ചോദിക്കാം. മോനെ ഇപ്പോൾ കഴിച്ച് ടേസ്റ്റ് ഉണ്ടോ നോക്കിക്കേ. എങ്ങനെയുണ്ട്? ആണോ? നല്ലതാണോ? സൂപ്പറാണോ? സോഫ്റ്റ് ആണോ നോക്കിക്കേ. ആ ബീഫ് സോഫ്റ്റ് ആണോ നോക്കിക്കേ. ബീഫ് എങ്ങനെയുണ്ടോ നോക്കിക്കേ. ഫ്രഞ്ച് ഫ്രൈസാ ആണോ? ഇഷ്ടമായോ? സൂപ്പറാണോ? അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ.